ഇന്നലെ രാത്രി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തി ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് റിക്വസ്റ്റ് കണ്ടുകൂടാ. അപ്പോൾ ആ റിക്വസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കുട്ടി ചോദിച്ചതാണ്, സാർ എപ്പോഴൊക്കെ പഠിക്കാനിരിക്കുമ്പോഴും ഉറക്കം വരിക, അത്യാവശ്യം നല്ല രീതിയിൽ 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും, എങ്കിൽ കൂടി ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം വരിക, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അപ്പോൾ മക്കൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, സാർ ഉണ്ടാവും നിങ്ങൾക്ക് ഈ വർഷം അടിപൊളിയായിട്ട് വെൻ്റർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് സാർ എന്ന് വന്നിട്ടുള്ളത്. എങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴുള്ള ഉറക്കത്തെ മാറ്റിക്കളയാം, ഈസി ആയിട്ട് മാറ്റാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ആ പരിപാടി നിർത്താനായിട്ട് പറ്റില്ല. തുറന്നു പറയണല്ലോ കാര്യം, ഒറ്റ ദിവസം കൊണ്ട് ഉറക്കമില്ലായ്മ മാറ്റാനുള്ള ടിപ്സും ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് 7 8 ദിവസം അത് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ഒരു 10 മണി രാത്രി 10 മണി സമയത്ത് നിങ്ങൾ പുസ്തകം എടുത്തു പഠിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഉറക്കം വരാം. കാരണം എന്താ, നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കണമെങ്കിൽ ഉറക്കം വരും, സ്വാഭാവികം. പക്ഷേ നിങ്ങളൊരു ഹോളിഡേ ദിവസം ഒരു ശനിയോ ഒരു സാറ്റർഡേ ഒരു സൺഡേയോ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്, ആ ഒരു ഉച്ച സമയത്ത് ഒരു കാലത്ത് ഒരു 11:30 12 മണിക്ക് പഠിക്കാനിരിക്കുകയാണ്, അപ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമാണ്, അതൊരു ഇഷ്യൂ ആണ്. അത് സോൾവ് ചെയ്യേണ്ടത് ഈ ഒരു വർഷം നിങ്ങൾക്ക് ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യേണ്ടതും നമ്മുടെ ആവശ്യമാണ്. എങ്ങനെ സോൾവ് ചെയ്യുന്നല്ലേ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സെക്കൻഡ് ഷോ നിങ്ങളുടെ കസിനോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ചേച്ചിമാരോ എങ്ങാനും മകളെ വാടാ നമുക്ക് മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോവാം, അല്ലെങ്കിൽ ജയറ് കാണാൻ പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തുടരും കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഹായ് ചാടി എഴുന്നേറ്റ് പോകൂലേ, 9 12 മണിയായാലും 1 മണിയായാലും നമ്മൾ പോകും സിനിമ കാണാൻ പോകൂലേ. കാരണം എന്താ, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടോ നോക്കുക. നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞു കത്തിക്കല്. അപ്പോഴൊക്കെയാണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പഠിക്കുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റോട് കൂടി താല്പര്യത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. താല്പര്യത്തോടെ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ആലോചിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം ഒരു ഹോളിഡേ ആണെങ്കിൽ അത് ആ ഒരു ഹോളിഡേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഗോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു പെന്നും പേപ്പർ എടുത്ത് എഴുതി വയ്ക്കുക, ഞാൻ SST മണി ആൻഡ് ക്രെഡിറ്റ് പഠിക്കും, അതുപോലെ റിയൽ നമ്പേഴ്സ് മാത്സിലെ റിയൽ നമ്പേഴ്സ് പോളിനോമിയൽസ് പഠിക്കും, അതിനൊന്ന് എഴുതി വെച്ചിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ആ ദിവസം കഴിയുന്നവരെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സ് ആയിക്കോളും, നിങ്ങൾക്ക് ഉറക്കം വരില്ല. ഒറ്റ ദിവസം കൊണ്ട്, വീണ്ടും പറയുകയാണ്, ഒറ്റ ദിവസം കൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി 7 ദിവസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും മക്കളെ. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞ് വന്ന് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഉറക്കം ക്ഷീണം മാറിയോ അല്ലെങ്കിൽ ഇപ്പോഴും ഉറക്കം വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, എല്ലാവർക്കും ഒന്ന് മനസ്സ് വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളുടെ ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലരും ഉണ്ട് ഇപ്പോൾ എന്താ പറയുക, ബർഗർ, ഷവർമ, അൽഫാം ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് സാറിന് പേഴ്സണലി അറിയാം. ഒരു വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ, ശനിയാഴ്ച മുടക്കാണല്ലോ, വെള്ളിയാഴ്ച രാത്രി ആകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ സൈക്കിളുമൊക്കെ പോയിട്ട് ഇങ്ങനെ ജങ്ക് ഫുഡൊക്കെ അടിച്ച് കയറ്റുന്ന ഒരുപാട് പേര് അറിയാം. അത് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് സാർ ഒരിക്കലും പറയില്ല. ഒന്ന് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത മാറ്റം നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ബോഡിയിലും അതുപോലെ ഇത്തരം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. CBSE 10 ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഫോക്കസ് കൃത്യമായി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആഹാര രീതി നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവൂ. അപ്പോൾ ഒരുപാട് വലിച്ചു കയറ്റാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിതമായ രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ബയോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുഡ് നന്നായി കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കട്ടെ. അത് വീണ്ടും പറയാൻ പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കയറില്ല. കാരണം നമ്മൾ ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ മുഴുവൻ ആ പ്രക്രിയയിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുകയും അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കുറവാണ്. സോ കുറച്ച് ഇപ്പോൾ ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചാൽ തന്നെ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിച്ചതിന് ശേഷം പഠിക്കുക. ആ സമയത്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കയറാനായിട്ട് പോകുന്നില്ല. പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത കീ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാർ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അറിയാം ഒരു വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഒരു ലൈവ് എടുക്കാറായിട്ടുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാറായിട്ടുണ്ട്. ആ വർക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ തന്നെയുള്ളൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ റൂമിലേക്ക് കയറി വരുമ്പോഴാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ,
കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഒരു റൂം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു മുറി മൊത്തം വേണമെന്നൊന്നും പറയില്ല, ഒരു ടേബിൾ, അത് പഠിക്കാനായിട്ട് വേണ്ടി മാത്രം, വേറെ ഒറ്റ പരിപാടിയില്ല. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെക്ചേഴ്സ്, നിങ്ങളുടെ ബുക്സ് ആയിക്കോട്ടെ, പെന്ന്, പേപ്പർ, കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ടേബിൾ കാണുമ്പോഴേ തന്നെ ഓർമ്മ വരണം, പഠിക്കാൻ സമയമായിട്ടുണ്ട്, ഇന്ന ചാപ്റ്റേഴ്സ് മിസ്സിംഗ് ആയിട്ടുണ്ട്, പഠിക്കാം എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടേബിളോ റൂമോ ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മസിൽസ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുക, സോഷ്യൽ സ്റ്റഡീസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട്, അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക 7 ദിവസം. ഓക്കെ, അപ്പോൾ മസിൽസ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ നോക്കുക. വേണമെങ്കിൽ എഴുന്നേറ്റൊക്കെ നടന്നുകൊണ്ട് പഠിക്കാം, അപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവസാനമായിട്ടൊരു ചെറിയൊരു കാര്യം കൂടി പറയാം, അത് എല്ലാവർക്കും പോസിബിൾ ആണോന്ന് അറിയില്ല. ഒരു 10-10:30 ശേഷം ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. അവർ നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ വെച്ച് വായിക്കാതെ, വായിച്ച് പഠിക്കാൻ ശ്രമിക്കാതെ, ലാപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിലോ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലോ പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന റേസ് ഉണ്ടല്ലോ, ഇപ്പോൾ ലാപ്പ് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, വരുന്ന ബ്ലൂ റേസ് നമ്മുടെ മൈൻഡ് ആയിക്കോട്ടെ, ബ്രെയിൻ ആയിക്കോട്ടെ പ്രോസസ് ചെയ്യും. അതായത് ഇവൻ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് കാലത്താവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ലൈറ്റ് ഉണ്ട്, വെളിച്ചമുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. മാത്രമല്ല കണ്ണിന് പ്രശ്നമുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ കണ്ണടയൊക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. അവസാനത്തെ ടിപ്പ് ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യില്ല. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 7 ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു പ്രശ്നം എന്താണ്, പഠിക്കാണ്ടിരിക്കുമ്പോൾ ഉറക്കം വരിക എന്നുള്ള പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം മക്കളെ. അപ്പോൾ 7 ദിവസം നിങ്ങൾ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ രസകരമായ വീഡിയോസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ.